Hello everyone, welcome to Mehar's Kitchen. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും പാലക്കും കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ മമ്മിനോട് ചോദിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൽ നമ്മളൊരു കെട്ട് പാലൊക്കെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 2 മീഡിയം പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഇത് ചോപ്പാക്കി എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 3-4 പച്ചമുളക് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആലു പാലക്കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പാലക് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ പാലക് വേവിക്കാനായിട്ട് 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ പാലക്ക് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. അപ്പോൾ വെള്ളം ഊറ്റിയിട്ട് പാലക്ക് മാത്രം മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായ ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം നന്നായിട്ട് സ്പ്ലട്ടർ ആവണം. സ്പ്ലട്ടർ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ സവാളയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാളയും ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. അധികം വഴറ്റണ്ട, 2-3 മിനിറ്റ് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇളക്കിക്കൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ശരിയാക്കിയെടുക്കാൻ. സവാള അതാ 2-3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്, അധികം വഴറ്റിയിട്ടില്ല. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് 2-3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വഴറ്റിയെടുക്കാം. അധികം വഴറ്റേണ്ട, ഒരു 2-3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ അതാ മസാലയും ഉള്ളിയും സവാളയൊക്കെ 2 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൻ്റെ തീ മീഡിയം ഹീറ്റിൽ കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ തീ മീഡിയം ടു ലോ ആക്കിയിട്ട് നമുക്ക് ഇത് ഉരുളക്കിഴങ്ങ് വേവണ വരെ വേവിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടോ. ഇനി ഗ്യാസിൻ്റെ തീ മീഡിയം ഫ്ലെയിമിലാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തക്കാളി വേവിച്ചെടുക്കാം. അങ്ങനെ അതായത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റോളം തക്കാളി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി വല്ലാണ്ട് അങ്ങനെ സ്മാഷ് ആവണ ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ കാണണം തക്കാളി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാലക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടിത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പെല്ലാം ചെക്ക് ചെയ്യാം. ഉപ്പ് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നി, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കണ ആവശ്യമില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ പോവും. ഇത് നന്നായിട്ട് കളർഫുൾ ആയിരിക്കണം, വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് കളർഫുൾ ആയിരിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ 2-3 മിനിറ്റ് കറി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്.
ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് സെർവ് ചെയ്യാം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ മടി തോന്നുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഈസിയുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.